ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ SIRന്റെ എനുമറേഷൻ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോട്ടേഴ്സിന്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വോട്ടേഴ്സ് ചെക്ക് ചെയ്യണം, ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങളെ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. അഥവാ നിങ്ങളെ പേര് ഇതിൽ വന്നിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടി വരും. അവർക്കെല്ലാം എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടിലോട്ട് ഈ വീഡിയോയിൽ പറയും. അതിനുശേഷം ചിലവർക്ക് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടാകും SIRന്റെ സൈഡിൽ നിന്ന്. സോ ആ നോട്ടീസിന്റെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ നോട്ടീസ് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വോട്ടേഴ്സ് ECI എന്ന് സെർച്ച് ചെയ്തിട്ട് സൈറ്റിന്റെ അകത്ത് പോയിട്ട് അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്ഷൻ കാണിക്കും, സബ്മിറ്റ് ഡോക്യുമെന്റ് അഗൈൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയിട്ട് നിങ്ങളെ വോട്ടർ ഐഡിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഒരു OTP ചോദിക്കും. OTP കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഷോ ആകും. അഥവാ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ഷോ ആകും, അല്ലെങ്കിൽ ഷോ ആകൂല. ഓക്കെ, ഷോ ആകണമെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ആയി പോകും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക വോട്ടേഴ്സ് ECI. സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഡൗൺലോഡ് എൻറോൾ റൂൾ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് ആ സ്റ്റേറ്റ് ഇവിടെ കൊടുക്കുക. തമിഴ്നാടാണോ കേരളയാണോ നിങ്ങളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ റിവിഷന് വരുമ്പോൾ SIRന്റെ ലേറ്റസ്റ്റ് ഇയർ ഏതാണോ എന്ന് അതാണ് കൊടുക്കണം. 2026 ഈ വർഷത്തിന്റെ ഡേറ്റ് കൊടുക്കുക. ഇവിടെ റൂൾ ടൈപ്പിൽ നമുക്ക് SIRന്റെ ഡ്രാഫ്റ്റ് റൂൾ 2026 നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചിലവർക്ക് ഈ ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ ഫ്രണ്ടിലോട്ട് പറയാം. സോ എനിക്ക് ഈ ഓപ്ഷൻ വന്നു, ഞാൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ആണ് ഡിസ്ട്രിക്ട്. നിങ്ങൾ ഏതാണ് ഡിസ്ട്രിക്ട് അത് കൊടുക്കുക. നെക്സ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, നിങ്ങൾ ഏതാണ് അസംബ്ലി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. തമിഴോ മലയാളമോ ഏത് ലാംഗ്വേജ് ആണ് വേണം ആ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡൗൺലോഡ് SIR ഡ്രാഫ്റ്റ് റൂൾ ഫോർ ഫുൾ AC. എന്ന് വെച്ചാൽ ഫുള്ള് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലിസ്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലത് സെലക്റ്റഡ് പോളിംഗ് ബൂത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളെ ഇവിടെ പോളിംഗ് ബൂത്തിന്റെ പേര് ഇവിടെ നിങ്ങൾക്ക് തേടണം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഫസ്റ്റ് പേജാണ്. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് കാണാൻ പറ്റും. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ പോളിംഗ് ബൂത്തിന്റെ പേര് ഇവിടെ കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഞാൻ എൻ്റെ ഒരു പോളിംഗ് ബൂത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് എല്ലാ പോളിംഗ് ബൂത്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന സെലക്ട് ഓളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ ഞാൻ സെലക്ട് ചെയ്ത പോളിംഗ് ബൂത്തിൽ എൻ്റെ പേര് ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്ന് കിടക്കുന്നുണ്ടാകും. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നിട്ട് ഡൗൺലോഡ് ആകാൻ തുടങ്ങും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് നമുക്ക് ഓപ്പൺ ആകും. ഇവിടെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും എനുമറേഷൻ ഫോം നേരത്തെ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ആ ഫോം ആരെങ്കിലും ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പേര് ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ കാണിക്കും. അതേപോലെ നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ കാണാൻ പറ്റും പോളിംഗ് ബൂത്ത് എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമുക്ക് പോളിംഗ് ബൂത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ കാണുമ്പോൾ വോട്ടർ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ എത്ര പേര് ഉള്ളതോ എല്ലാരെയും എപ്പിക് നമ്പർ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ ഫോട്ടോസ് ഇവിടെ കാണാൻ പറ്റൂല. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി റീസൺ ആയതുകൊണ്ട് ആരും ഫോട്ടോ കാണിക്കത്തില്ല. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പേര് തേടണം, നിങ്ങളെ എപ്പിക് നമ്പർ തേടണം. അതേപോലെ നിങ്ങളെ ഫാമിലിയിൽ ആരൊക്കെ വോട്ടേഴ്സ് ഉണ്ടോ അവരെ പേര് ഇവിടെ തേടണം. അതേപോലെ നിങ്ങളെ പേര് ഇവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണൂല. ഇനി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഫൈനൽ വോട്ടർ ലിസ്റ്റ് വരുമ്പോൾ അപ്പോൾ നിങ്ങളെ പേര് അവിടെ പബ്ലിഷ് ആയി കാണിക്കും. അഥവാ ആരെങ്കിലും പേര് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ചെയ്യേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും പേര് ഇവിടെ വന്നിട്ടില്ലെങ്കിലോ. അതേപോലെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ചിലവർക്ക് നോട്ടീസ് പേജ് കൊടുത്തിട്ടുണ്ടാകും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്. അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഫാമിലി മാപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ സോ അങ്ങനത്തെവർക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു നോട്ടീസ് സെൻഡ് ചെയ്യും. ആ നോട്ടീസിന്റെ റെസ്പോണ്ട് കറക്റ്റായിട്ട് കൊടുക്കണം. കൊടുക്കാതിരുന്നാൽ ഗവൺമെന്റിന് ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നോട്ടീസും കൂടെ റെസ്പോണ്ട് ചെയ്യുക. അഥവാ ഒരു ചിലവര് ആരെങ്കിലും പേര് വന്നിട്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ക്ലെയിം ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്തു, അതിലെന്തെങ്കിലും മിസ്റ്റേക്കിൽ മാപ്പിംഗ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ BLO ആ ഫോമിന് സബ്മിറ്റ് ചെയ്ത് കാണൂല, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളെ പേര് ഇവിടെ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോം നമ്പർ 6 വന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഓരോ നോട്ടീസുകൾ വന്നിട്ടുണ്ടാകും. ആ നോട്ടീസിന്റെ റെസ്പോണ്ട് മാത്രം കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ ഡോക്യുമെന്റുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ എന്തെങ്കിലും നോട്ടീസുകൾ വരുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അത്ര ബൈ.